അപകടാവസ്ഥയിലായ കുമരനെല്ലൂർ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നുള്ള അറിയിപ്പ് 10 ദിവസം പിന്നിട്ടിട്ടും യാതൊരുവിധ നിർമ്മാണവും ആരംഭിച്ചില്ല. ജനപ്രതിനിധികളുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടാവാത്തതാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്ന് തൃത്താല മുൻ MLA VT ബൽറാം കുറ്റപ്പെടുത്തി. കാലപ്പഴക്കം ചെന്ന കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇരു കെട്ടിടവും തകർച്ചയുടെ വക്കിലായിട്ട് വർഷങ്ങളായി. പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് ഭാഗങ്ങൾ വിണ്ടുകീറിയും പട്ടികയെല്ലാം ദ്രവിച്ച് ഓടുകൾ നിലം പതിച്ചു തുടങ്ങി. കോൺക്രീറ്റ് കെട്ടിടമടക്കം മഴ പെയ്താൽ ചോർന്നൊലിച്ചതോടെ ആശുപത്രി ജീവനക്കാർ ഇരിപ്പിടങ്ങൾ മാറ്റി സ്ഥാപിച്ചു. ചിതലരിച്ച് അടർന്നു വീഴാറായ പട്ടികയും ഓടും ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതി വന്നതോടെ OP ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലെ ഇരിപ്പിടമാകട്ടെ കരുതലിന്റെ ഭാഗമായി രോഗികൾക്കിരിക്കാൻ കഴിയാത്ത നിലയിൽ മറച്ചിട്ടിരിക്കുകയാണ്. ദിനംപ്രതി 200-ലേറെ പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരം കാണാൻ മെയ് 31-ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും HMC അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള കൂടിയാലോചനയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ 10 ദിവസം പിന്നിട്ടിട്ടും ഒന്നും നടപ്പായില്ലെന്നാണ് പരാതി. സംഭവത്തിൽ മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം, കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളായ അബൂട്ടി, P ജയൻ, K രവീന്ദ്രൻ, മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ആശുപത്രി കെട്ടിടം സന്ദർശിച്ചു. ആശുപത്രി കെട്ടിടത്തിന് ഫണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടും ജനപ്രതിനിധികൾ അവരുടെ സമയോചിതമായ ഇടപെടൽ നടത്താത്തതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് VT ബൽറാം കുറ്റപ്പെടുത്തി. അടിയന്തരമായിട്ട് എനിക്ക് പഞ്ചായത്ത് അധികൃതരോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള മന്ത്രി അടക്കമുള്ള ആളുകളോടും പറയാനുള്ള ഇക്കാര്യത്തിൽ ഇടപെടൽ വേണം. ഇത്രയും പെട്ടെന്ന് ഈ മഴക്കാലത്തിൻ്റെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. പ്രഖ്യാപിക്കപ്പെട്ട ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇവിടെ എത്രയും പെട്ടെന്ന് ടെൻഡർ ചെയ്ത് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവണം. ഇവിടെ HMCയിലാകെ എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിൽ താഴെ പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഈ ഓട് മെയിൻ്റനൻസോ പട്ടികയൊക്കെ ആകെ ചതിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഓട് മുകളിൽ നിന്ന് നിലത്ത് വീഴുന്ന അവസ്ഥയാണ്. അപ്പോൾ അതാണ് ഇപ്പം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങൾ അവരുടെ യോഗത്തിൽ ഉണ്ടാവുകയും അത് പഞ്ചായത്തിൻ്റെ പരിഗണനയ്ക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പഞ്ചായത്ത് യോഗത്തിൽ വെച്ചാണ് അത് പലപ്പോഴും തള്ളിപ്പോകുന്നത്. അതിലൊരു നടപടി മുന്നോട്ട് കൊണ്ടുപോകാത്ത സാഹചര്യമുണ്ട്. ഇതാണ് കഴിഞ്ഞ കുറച്ച് 2-3 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു ദുരന്തമായിരിക്കും. ഇതൊക്കെ സമയോചിതമായിട്ട് ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കുണ്ട്. അപ്പോൾ മറ്റു തിരക്കുകളൊക്കെ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങളൊന്ന് നേരിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇപ്പോൾ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് ഫണ്ട് പാസ്സാക്കിയാൽ ആ ഫണ്ട് സംയോജിതമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് നിർവഹിക്കപ്പെടാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ ഗുരുതര സ്ഥിതിയിലേക്ക് മാറിയിട്ടുള്ളത്. അടിയന്തരമായി ചോർച്ച പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വൈകാതെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിലിന്റെ പ്രതികരണം. NCV ന്യൂസ് തൃത്താല.